ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് എൻക്ലെക്സ് ആർ എൻ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. സാധാരണ എൻക്ലെക്സ് ആർ എൻ 1-2 തവണയൊക്കെ എക്സാം എഴുതി ഫെയിലായിട്ട് വീണ്ടും പ്രിപ്പയർ ചെയ്യാനായിട്ട് പഠിക്കാനായിട്ട് നമ്മുടെ അക്കാഡമിയിൽ വരുന്ന സ്റ്റുഡൻസിനോട് ഞങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, എങ്ങനെയാണ് നേരത്തെ എൻക്ലെക്സ് ആർ എൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത്. അപ്പോൾ അവർ പറയാറുള്ളത്, ഞാൻ ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ ഒന്നാമത്തെ ദിവസം തന്നെ ഞാൻ പഠിച്ചത് ഒരു പെർട്ടിക്കുലർ കണ്ടീഷനാണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തതെന്നാണ്. ഓക്കെ, സോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇനി എക്സാം എഴുതാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരും അതുപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി ഫെയിലിയർ ആയിട്ട് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്നവരാണെങ്കിലും നിങ്ങൾ ഇനി ഒന്നുകൂടെ ഇതൊന്ന് അറ്റൻഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. സോ നമ്മൾ നഴ്സിംഗിൽ ഡിസ്റ്റിങ്ഷൻ വാങ്ങിച്ചു, നഴ്സിംഗ് നല്ല മാർക്കോടുകൂടി പാസ്സായി എന്ന് കരുതിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാനോ കണ്ടീഷൻസ് പഠിക്കാനോ ആദ്യം തുടങ്ങരുത്. എൻക്ലെക്സ് ആർ എൻ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ബോഡി, അനാട്ടമി, ഫിസിയോളജി, അതുപോലെ തന്നെ ബോഡിയിൽ ഓരോ ഓർഗൻസിൻ്റെ ഫംഗ്ഷന് ഇതിനെക്കുറിച്ചൊക്കെ എത്രത്തോളം ഐഡിയ ഉണ്ടെന്ന് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. അതായത് നമ്മൾ ആദ്യം തന്നെ ചോദിക്കും ഫിസിയോളജി, അനാട്ടമിയുടെയൊക്കെ നോളജ് എത്രത്തോളമാണെന്ന്. കാരണം പല മെഡിക്കൽ റിലേറ്റഡ് കീവേഡ്സ് അല്ലെങ്കിൽ വാക്കുകളുടെ മീനിങ്, ഇപ്പം കിഡ്നിയുടെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ തന്നെ ഒരാൾ പറയുന്നത് സംതിങ് റിലേറ്റഡ് ടു യൂറിൻ, അത് മാത്രമാണ്. ബട്ട് കിഡ്നിക്ക് അതല്ലാതെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ ബ്രെയിനിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പം സെൻട്രൽ നെർവസ് സിസ്റ്റം, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്താണ്, സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്താണ്, അതൊന്നും കേൾക്കാത്തവർ പോലും എൻക്ലെക്സ് ആർ എൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അടുത്ത് പഠിക്കാൻ വരുന്നവരുണ്ട്. അപ്പം അത് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ, പക്ഷേ അത് എന്താണെന്ന് കൃത്യമായിട്ട് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ സ്ക്വാമസ് സെല്ല്, സ്കിന്നിൻ്റെ ലെയേഴ്സ്, അത് മാത്രമല്ല ജോയിൻസ് ഒക്കെ എടുക്കുമ്പോൾ എസ്പെഷ്യലി പൈവോട്ട് ജോയിൻസ്, എല്ലാവർക്കും ജോയിൻസ് എന്ന് മാത്രമേ അറിയുള്ളൂ. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ഉണ്ട്, പൈവോട്ട് ജോയിൻ്റ് ഉണ്ട്, ഇതിൻ്റെ ഫംഗ്ഷൻ എവിടെയാണ്, ഇത് എവിടെയൊക്കെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ അറിയാമോ എന്ന് നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഞാൻ കുറച്ച് ടോപ്പിക്സ് ഇവിടെ എടുത്തു എന്നേ ഉള്ളൂ, ബട്ട് പല കാര്യങ്ങളും ഫിസിയോളജി ആയിക്കോട്ടെ അല്ലെങ്കിൽ ബോഡി ഓർഗൻസിൻ്റെ ഫങ്ഷൻസ് പോലും കൃത്യമായിട്ട് അറിയാത്തവർ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ കണ്ടീഷൻസ് പഠിക്കാൻ തുടങ്ങുന്നവരുണ്ട്. സോ നിങ്ങൾക്ക് വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾ പകുതി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴായിരിക്കും അതിനകത്തുള്ള വാക്കുകൾ, ടേംസ് എന്താണതെന്നൊന്നും മനസ്സിലാവാതെ വരിക. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അത്രയും പഠിച്ചതുകൂടെ വെറുതെ ആയി പോകത്തേ ഉള്ളൂ. അപ്പം പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഒരു സ്ട്രക്ചേർഡ് രീതിയിൽ പഠിക്കുക. ആദ്യം കുറച്ചൊക്കെ, എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടല്ല, കുറച്ചൊക്കെ ഈ ബോഡി, അനാട്ടമി, ഫിസിയോളജിനെ കുറിച്ചൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെയുള്ള ടോപ്പിക്സ്, ഓക്കെ, എല്ലാ സിസ്റ്റത്തിനെയും ബേസ് ചെയ്തിട്ടുള്ളൊരു കോമൺ ആയിട്ടുള്ള ബേസിക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് അത് പഠിക്കുക ആദ്യം. അതിനുശേഷം നിങ്ങൾ കണ്ടീഷൻസ് പഠിക്കുക. ഓക്കെ, ഓരോ കണ്ടീഷൻസ്, പിന്നെ ടെർമിനോളജീസ് ഫോക്കസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മൾ ഡേ 1 തൊട്ടേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഈ ഒരു കണ്ടീഷൻ ആണെന്ന് പറഞ്ഞാലും പല ടേംസും പല ടെർമിനോളജീസും യൂസ് ചെയ്യും. പിന്നെ ഈ സിസ്റ്റംസ് ഒക്കെ റിലേറ്റഡ് ആണ്. അപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആത്രോസ്ക്ലീറോസിസ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വരുത്തുന്ന ഒരു കണ്ടീഷനാണ്. ഹാർട്ട് ഡിസീസ് വരുത്തുന്ന ഒരു കണ്ടീഷനാണ്. അത് CNS-നെയും ബാധിക്കാം, ബ്രെയിനെയും ബാധിക്കാം. അത് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ സിസ്റ്റത്തിനെയും ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഈ സിസ്റ്റംസ് അല്ലെങ്കിൽ ഈ കണ്ടീഷൻസ് ഒക്കെ പല കണ്ടീഷനുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങുമ്പോഴായിരിക്കും അയ്യോ അതെന്താണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം നമുക്ക് പിന്നെയും ആദ്യം തൊട്ട് വീണ്ടും തുടങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ എല്ലാം കൂടി ഒരു അവിയൽ പരുവത്തിൽ പഠിച്ചതെല്ലാം ആയിപ്പോവും. അതുകൊണ്ട് ആദ്യം ബേസിക്സ് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ക്വസ്റ്റ്യൻസിലോട്ട് പോവുക. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക, വാട്ട് ഈസ് ദ എക്സ്പെക്റ്റഡ് ഔട്ട്കം ഓഫ് ത്രോംബോലൈറ്റിക് ഡ്രഗ് തെറാപ്പി. ഓക്കെ, ഇതിൻ്റെ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ ഇൻക്രീസ്ഡ് വാസ്കുലാർ പെർമിയബിലിറ്റി എന്നാണ്. നൗ വാസ്കുലാർ പെർമിയബിലിറ്റി എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഈ ആൻസർ ചെയ്യും അല്ലേ. അതുപോലെ തന്നെ വാസോ കൺസ്ട്രക്ഷൻ എന്താണ്, ഡിസോൾവ്ഡ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്, എംബോളായി എന്താണ്, ഇതൊന്നും അറിയാത്തവരാണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എത്രത്തോളം ബേസിക് ആയിട്ടുള്ള ബോഡി, ഫിസിയോളജി, അനാട്ടമിനെ കുറിച്ചൊക്കെ എത്രത്തോളം നോളജ് ഉണ്ടെന്നുള്ളത്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ നമ്മുടെ അക്കാഡമിയിൽ വരുമ്പോൾ തന്നെ ആദ്യം പഠിപ്പിക്കുന്നത് ബോഡി ഓർഗൻസ്, അതിൻ്റെ ഫങ്ഷൻസ്, കാര്യങ്ങളൊക്കെയാണ്. സിസ്റ്റംസ്, ബേസിക് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് മാത്രമേ നമ്മൾ ക്വസ്റ്റ്യൻസിലോട്ടും അതുപോലെ തന്നെ കണ്ടീഷൻസിലോട്ടും കയറാറുള്ളൂ. അപ്പോൾ സ്ട്രക്ചേർഡ് രീതിയിൽ പഠിക്കുമ്പോൾ നമുക്ക് പിന്നീട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകുമ്പോൾ ഈ വാക്കുകളൊക്കെ ഫെമിലിയർ ആയിരിക്കും. ഓക്കെ, അങ്ങനെ ടെർമിനോളജിയിലൊക്കെ ഫോക്കസ് ചെയ്തിട്ട് എൻക്ലെക്സ് ആർ എൻ പഠിക്കുക. ഓക്കെ, സോ ഈ ഒരു ചെറിയ ടിപ്പ് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.